കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 1,00,000 രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോ ഞാൻ സ്വാർത്ഥന, സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൻ ഡിനൈ ഇറ്റ്. യു കാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം. മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിന് ഉണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. കരയണ്ട കരയണ്ട കരയണ്ട. ഉണ്ണി, ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചെറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരു അച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. എന്റെ നെഞ്ചെടുപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീരെ എനിക്ക് വിട്ടുതരണം. എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ. അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പാടിയാൽ മതി. അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കുന്ന നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്, പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ. അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാ നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1,00,000 രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം. അതാ അതിന്റെ ന്യായം. അല്ലാതെ കൊമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തനി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്. അത് വീട്ടാൻ ഞാൻ കെട്ടിക്കൊള്ളാം. തനി കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി നീ അതിന് കരയിക്കാതെ. എന്നോട് തന്നെയുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചൊരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമല്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം, ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ. ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മീനാക്ഷി, ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു.
കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്. ചാന്ത് കൺമഷി പിന്നെ വളാ പിന്നെ അതിന് കാശും കയറണം. ജോലി കിട്ടുമ്പോ തരാം. പിന്നെ ബീഡിയുടെ വാടയുണ്ടോ? ഇല്ല. ഞാനോണ്ട് വലിച്ചു നോക്കി. അയ്യോ, ഭയങ്കര കയ്പാ. അമ്മ അറിഞ്ഞ കൊല്ലും. ചേട്ടച്ചോട്ട് പോയിരിക്ക. ബെല്ലിടാൻ പോയിരിക്ക അച്ഛന്റെ. പിന്നെ ചേട്ടച്ച വന്നാൽ ഞാൻ വീഡിയോ വിളിച്ചാലും പറയല്ലേ. മോള് പേടിച്ചു പോയോ? നീ നല്ല മിടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ? ചേട്ടച്ചൻ ബെല്ലിടാൻ പോയിട്ട് വന്നു? ഇല്ല. വരുമ്പോ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പറയാ എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ? ഇനി എണ്ണ പലഹാരം കുറെ തിന്ന. ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ. എന്താ എന്താ കാര്യം? ഉണ്ട് മീനാക്ഷിക്ക് ഒരു വിശേഷം ഉണ്ട്. എന്താ വിശേഷം? അതെ ഇന്ന് തൊള്ള തുറക്കാതെ. അതൊക്കെ പെമ്പിള്ളാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ? ഇപ്പൊ കാണണ്ട. ഞാൻ വിളിച്ചു കാണിക്കാം. കാണിക്കാൻ നടക്കുന്നു. നീ പോയി ആ കാർത്തിയാനി ചേച്ചിയും ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് 4 കുഴ ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ. ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട. 4 ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കയുടെ മൂട് പിന്നാരം ചോദിക്കാൻ നടക്കുന്നു ഒരു മരങ്ങോട്. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി. ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും അവള് വരില്ല. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, there is blood on the moon. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും.